കാണാറുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാകലില്ലേ? നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ റോഡ് സൈഡിൽ കാണുന്ന കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ്റെ അടുത്ത് പോയി നോക്കിയാൽ അവിടെ കരിമ്പ് ഇങ്ങനെ വെച്ചിട്ട് അതൊരു ഭാഗത്ത് അതിൻ്റെ ചക്രം തിരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ചണ്ടി ഒഴിവായി പോകും. ചണ്ടി എന്നാണ് ഞങ്ങളതിന് പറയാ, നിങ്ങളതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞോളി. ആ വേസ്റ്റ് ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകും. എന്നതുപോലെ നാം വൈകുന്നേര സമയമാകുമ്പോൾ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു. എന്തേ കഴിച്ച ഭക്ഷണത്തിൽ പലതും ഉണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങിയാണ്. പക്ഷേ കിടന്നുറങ്ങിയ സമയത്തോ നേരം പുലരുന്നതിൻ്റെ മുമ്പ് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഏതാണ് ആ പ്രവർത്തനം? ആ പ്രവർത്തനം കൊണ്ട് നേരം പുലർന്നു നോക്കുമ്പോൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വിറ്റാമിനുകളൊക്കെ അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആരെ എത്തിച്ചു? ആരാണ് ഇവിടെ പണിയെടുത്തത്? ഇവിടെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ അടുത്ത് പോയിട്ട് തലവേദന എന്ന് പറഞ്ഞു. തലവേദന എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക ഡോക്ടർ? തലവേദന എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക കൊടുക്കും. ഗുളിക എവിടുക്കാ കുടിക്കുന്നത്? അത് വല്ല വായിലിട്ടിട്ട് വായിലേക്ക് വെള്ളം വാർന്ന് കുടിക്കുന്നത് വയറ്റിലേക്കാണ്. പിറ്റേന്ന് ചെന്നിട്ട് പറഞ്ഞു കാലുവേദന എന്നാ പറഞ്ഞത്. കാലുവേദന എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴും ഒരു ഗുളിക കൊടുത്തു. ആ ഗുളികയും കുടിക്കുന്നത് എങ്ങോട്ട് തന്നെ? അതും വയറ്റിലേക്ക് തന്നെ കുടിച്ചത്. വേദന മാറുന്നത് എവിടെ? കാലിൽ. ആരെ പണി നടത്തി? നമ്മൾ ഗുളിക കുടിച്ചിട്ടേ ഉള്ളൂ. ആ ഗുളികയുടെ ഫലം കാലിലേക്കും തലയിലേക്കും ആരാണ് എത്തിച്ചത്? രാജാതിരാജനായ റബ്ബിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഏതാ? വൈകുന്നേര സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കടന്നുറങ്ങി. ആ കടന്നുറങ്ങിയ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ ആ എഞ്ചിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കണമെങ്കിൽ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ഞങ്ങൾ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി പോകും. ആ പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക വാർഡുണ്ട്. നിങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം. ആ വാർഡ് കിഡ്നിക്ക് തകരാറ് സംഭവിച്ചവരുടെ വാർഡാണ്. ആ വാർഡിൽ പോയി നോക്കുമ്പോൾ ഒരു ദിവസം പോയി ഒരു രോഗിയെ പരിചയപ്പെട്ടു. ആ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആള് വളരെ സങ്കടത്തോടു കൂടെ ഒരു കാര്യം പറഞ്ഞു. എന്തേ കാര്യം പറഞ്ഞത്? ഈ രോഗിയുടെ ഒരു കിഡ്നിക്ക് തകരാറ് സംഭവിച്ചു. ആ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചപ്പോൾ ആ കിഡ്നി മാറ്റിവെച്ചു. അതിന് അന്ന് ഞങ്ങൾക്ക് ചിലവായത് 1,00,000 രൂപയാണ്. 1,00,000 രൂപ ചിലവാക്കി കിഡ്നി മാറ്റിവെച്ചു. ഇപ്പം രണ്ടാമത്തെ കിഡ്നിക്കും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെച്ചാലും ഇതിന് ഗ്യാരണ്ടി ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ആ പറയുന്ന സാധനമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. അതൊന്ന് കേടുവന്നാൽ, അത് അല്പമൊന്ന് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഒന്ന് ചുരുങ്ങിയാൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റും. ആ താളം തെറ്റുന്നതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്നും സംഭവിക്കാതെ രാത്രി സമയത്ത് കടന്നുറങ്ങിയതിൻ്റെ ശേഷം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എഞ്ചിൻ മുഴുവനും വർക്ക് ചെയ്യാൻ, ആ എഞ്ചിൻ മുഴുവൻ പ്രവർത്തിച്ചിട്ട് ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ വിറ്റാമിനുകളൊക്കെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു. അതൊക്കെ എഫക്റ്റീവായി എല്ലാം ഫലം ചെയ്തു. അവസാനം പിന്നെ കുറച്ച് വസ്തുക്കളുണ്ട് അതിന് ശരീരത്തിൽ വേണ്ടാത്തതാണ്. എന്താ ചെയ്യുക? അത് വേസ്റ്റാണ്. അതെന്ത് ചെയ്യണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളറിയാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് കൊട്ട സ്ഥാപിച്ചിട്ടുണ്ട്. ആ വേസ്റ്റ് കൊട്ട സ്ഥാപിച്ച് ആ വേസ്റ്റ് കൊട്ടയിലേക്കെല്ലാം തള്ളി വെച്ചിട്ടുണ്ട്. ഇനി നേരം പുലർന്നാലോ? നേരം പുലർന്നാൽ ഭക്ഷണം ഇനിയും കഴിക്കണം. നമ്മുടെ പണി ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇനി കഴിക്കുന്ന ഭക്ഷണം പോയി നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? ആ സ്ഥലം എവിടെ? ആ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകണമെങ്കിൽ ഇപ്പം നേരത്തെ നിക്ഷേപിച്ച വേസ്റ്റ് അത് പുറത്തേക്ക് തള്ളണം. അതിനെന്താ മാർഗം? അതവനിക്ക് തോന്നുന്നു നേരം പുലർന്ന ഉടനെ അടുത്തൊരു ബാത്റൂമിൽ പോകണം. ഉടനെ പോയി അവൻ 2 ആൺകുട്ടികൾ ജോലിയായി ഒരു വിദേശത്തൊക്കെ പോയി. അവർക്ക് നല്ല ജോലിയും കാര്യമൊക്കെ ഉണ്ട്. പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ചൊക്കെ അയച്ചു. അതിൻ്റെ ശേഷം കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പം കുട്ടിമെന്നൊക്കെ വിട്ടുകണ്, ഇപ്പോൾ ആൾ കാക്കേറ്റ്. എന്താ പാചാര്യ വർത്താനം? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളെ മറുപടി എന്താ അറിയോ? അപ്പം നമ്മളെ മറുപടി സുഖം എന്ന് പറയാനൊന്നും ആയിട്ടില്ല. മക്കൾക്ക് പെരായിട്ടണം, 2 ആൾക്ക് പുര വെക്കണം. ഞാൻ മകള് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഓൽക്കൊക്കെ പെരായിട്ടണം. എന്തെങ്കിലും ഇപ്പം മനസ്സിനൊരു റാഹത്തുള്ളൂ. അങ്ങനെ ഒരു 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞു. ഓൽക്ക് വീടൊക്കെ വെച്ചൊക്കെ സുഖമായി. ഇപ്പോഴേക്കിന് ഇയാൾക്ക് വയസ്സ് ഇപ്പം എത്രയായിട്ടുണ്ടാവും? നേരത്തെ 8ാം ക്ലാസ് പഠിച്ചിന പ്രായമൊന്നുമല്ലപ്പോൾ, ഇയാൾക്ക് വയസ്സ് കുറച്ചായിട്ടുണ്ടാവും. അപ്പം ചോദിക്കുക, അല്ല ആചാര്യ എന്താ ഇപ്പോൾ വർത്താനം? സുഖം തന്നെയല്ലേ? അതിനുള്ള മറുപടി എന്താ അറിയോ? സുഖത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയില്ല കുട്ടിയേന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ നമുക്ക് സുഖം കിട്ടിയേ? 8ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് നീട്ടി വെച്ചിട്ടുണ്ട്, അടുത്തുള്ള സുഖം ഉണ്ടാകും, പിറ്റത്തെ കൊല്ലം സുഖം ഉണ്ടാകും എന്നല്ല. ഇപ്പോഴോ
ഇപ്പം അവസാനം വന്നിട്ട് പറഞ്ഞു ആ സുഖത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളോട് മനസ്സിലാക്കേണ്ടത് എന്താ? ഇത്രേ ദുന്യാവിന് സുഖം ഉണ്ടാകൂ, ഇത്ര തന്നെ ദുന്യാവിന് സുഖം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സുഖത്തിന് എന്ത് പറയണം? എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി എന്താ? അൽഹംദുലില്ലാഹ്. നമ്മൾ ശീലിക്കുക, അത് ഇന്ന് തന്നെ ശീലിക്കുക. ഒരാളൊരു വർത്താനം ചോദിക്കുക, എന്താ ഇപ്പം വിശേഷം എന്ന് വെച്ചാൽ ഒന്നാമത്തെ മറുപടി അൽഹംദുലില്ലാഹ്. പിന്നെ പറഞ്ഞാൽ മതി ബാക്കിയുള്ളത്. അതൊരു മറുപടിയാണ്. ഇത് ഞാൻ പഠിപ്പിക്കുന്നതല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറുപടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ആദ്യമായി പറയുന്ന പദം, ഒരു മനുഷ്യൻ ആദ്യമായി പറഞ്ഞ പദം അൽഹംദുലില്ലാഹ് എന്നാണ്. ബഹുമാനപ്പെട്ട അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചതിൻ്റെ ശേഷമോ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആ രൂപത്തിൽ അള്ളാഹു ആത്മാവിനെ ഊതി, റൂഹൂതി. ആ ഊതിയ സമയത്ത് റൂഹ് ഇങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടി. ആ ഓടിയിട്ട് മൂക്കിലെത്തിയപ്പോൾ ഒന്നാണ് തുമ്മിയപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ പദം. അപ്പൊ ഈ പദമാണ് നമ്മളിവിടെ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ. എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു റബ്ബേ, അത് നീക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്നൊരു കാര്യമല്ല. അത് നീ ഒരു പ്രയാസം കൂടാതെ നീക്കിത്തന്നല്ലോ, നിനക്കാണ് സർവസ്തുതിയും. കഴിയുന്നില്ല ദിക്ർ. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? വആഫാനി, എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത റബ്ബില്ലേ. എന്തേ സുഖപ്പെടുത്തിയത്? ആ പോയത് അങ്ങനെ ഒന്നും പോവുകയാണെങ്കിലോ വിവരാണ്ട് അറിയും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇങ്ങനെ കിടക്കുക, മലന്ന് ഗ്ലൂക്കോസ് ഇങ്ങനെ രണ്ട് കയ്യുമ്മലും ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. കണ്ണ് നീച്ചാനായിട്ടില്ല. കുറേ ഗ്ലൂക്കോസ് ഒക്കെ കയറിയപ്പോൾ കണ്ണൊന്ന് നീച്ചപ്പോൾ നാലോറം ഇങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാരങ്ങനെ നോക്കിയപ്പോൾ എന്തേ സംഭവിച്ചോ ഒന്നുമല്ല. പുറത്താണ് പോയാൽ വാസനിക്കണൊരു സാധനം ഉണ്ടല്ലോ, അത് രണ്ട് നേരെ പോകലുള്ളൊരു 4 പ്രാവശ്യമാണ് പോയി തല പിന്നി. എന്തേ മനുഷ്യന്റെ ജീവിതം എന്താ? പൊട്ട നീ മുൻതുള്ളി പിൻചോര കട്ട, പിൻ ഇന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ആരാണ് നീ? നീ വലിയ ഫഖർ ഇങ്ങനെ പറയണ്ടല്ലോ. ഞാൻ ആരാ? ഞാൻ ഏത് തറവാട്ടുകാരനാ? എൻ്റെ തറവാട് ഏതാണെന്നറിയോ? എൻ്റെ മൂത്തുക്കാണോ നോക്കിയത്? നമ്മളിങ്ങനെ പറയും ചില സമയത്ത്. ഷുജായി പറയുന്നു വരുന്നത് എന്താ? പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കെട്ട, നീ നേരത്തെ കേവലം ഒരു ബീജത്തുള്ളിയാണ്. പിൻചോര കെട്ട, പിന്നെയോ നീ ഒരു രക്തപിണ്ഡമാണ്. അതും കഴിഞ്ഞില്ല, ഇന്ന് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന നീയില്ലേ, ഇന്ന് നിന്റെ കഥയെന്താ? ഇന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ഒരു 2 കിലോ നെജസും പേറി നടക്കുന്ന പണിയാണ് നിനക്ക്. ആ 2 കിലോ നെജസ് നിന്റെ വയറ്റിൽ നിന്ന് ഒന്നിച്ചൊന്നാണ് പോയാൽ ബാലൻസ് തെറ്റി. ഇതാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നല്ലതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനിക്ക് ആരാധിക്കണം, അള്ളാഹുവിനിക്ക് വഴിപ്പെടണം. വഴിപ്പെടേണ്ട മാർഗമേതാ? ആ വഴിപ്പെടേണ്ട മാർഗത്തിൽ എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടോളണം? അള്ളാഹുവിനിക്ക് വഴിപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനിക്ക് വഴിപ്പെടേണ്ടത് ആ റബ്ബെന്നെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് വഴിപ്പെടേണ്ടത്. പക്ഷേ അതൊന്നും കൊണ്ടും ഞാൻ സംതൃപ്തനല്ല. യൂസുഫ് നബി പറയുന്നത് പിന്നെന്താ? എനിക്കതൊന്നും പോരാ, എനിക്ക് വേണ്ടതെന്താ? വഅല്ലം തരീമിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥാ, എനിക്ക് നീ തരേണ്ടത് ഒന്ന് മാത്രമാണ്. അതെന്താ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ, അതാണ് എനിക്ക് വേണ്ടത്. മറ്റുള്ള ദുന്യാവിൽ നീ തന്നത് ഒന്നുമല്ല. ആരാ പറയണത്? ആരാണിതിൽ വേദനിക്കുന്നത്? ആരാതിൽ സങ്കടപ്പെടുന്നത്? പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടൂലേന്ന് ആർക്കാ സങ്കടം? അള്ളാന്റെ പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനിക്കാൻ. ഞാൻ പറയട്ടെ, അങ്ങനത്തെ പ്രവാചകന്മാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. ഇപ്പോഴോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇന്ന് പ്രവാചകന്മാരില്ല. പക്ഷേ ആരുണ്ട്? ആ പ്രവാചകന്മാരുടെ പണിയെടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ അനുയായികളാകുന്ന അനന്തരാവകാശികളാകുന്ന സാദാത്തുകളുണ്ട്. ആ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ പണ്ഡിതന്മാരെ അംഗീകരിക്കണം. പോരാ, ആ പണ്ഡിത മഹത്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വേദനയോടുകൂടെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആവശ്യമില്ലാതെ വേണ്ടാതെ അള്ളാഹുവിൻ്റെ ദീന് നടത്തുന്ന പണ്ഡിതന്മാരെ
കരിവാരിത്തേക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോയാൽ ഉറപ്പാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? പ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അതിൻ്റെ തനി ആവർത്തനമല്ലേ ഇന്നത്തെ ആലിമീങ്ങൾ ചെയ്യുന്നത്? എന്തേ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. മൂസ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തുന്നു, ഒരു യാത്ര നടത്തിക്കുകയാണ്. എവിടുന്നാ യാത്ര നടക്കുന്നത്? അങ്ങ് രാജ്യത്തിൽ നിന്ന് മദിയനിലൂടെ, മദിയനിൽ നിന്ന് ഇങ്ങോട്ട് മിസ്റിലേക്ക് യാത്ര നടത്തുന്നു. ആദ്യം മിസ്റിൽ നിന്ന് അങ്ങോട്ട് യാത്ര പറയിപ്പിക്കുന്നു. ആ യാത്ര പോയതിൻ്റെ ശേഷം മദിയനിലൂടെ ഇങ്ങോട്ട് മിസ്റിലേക്ക് പറഞ്ഞയക്കുന്നു മൂസ നബിയെ. പറഞ്ഞയക്കുന്ന സമയത്തോ, ആ പറഞ്ഞയക്കുന്ന സമയത്ത് ഇങ്ങനെ ആ യാത്രയിലെ ഇടക്കിടക്ക് ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു പോകുക. ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ, ഒരു സ്വീകരണ കേന്ദ്രത്തിൽ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ആണെങ്കിൽ വേറൊരു സ്വീകരണത്തിൽ കുടിവെള്ള പദ്ധതി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം പോരുകയാ. എവിടുന്നാ പോരുന്നത്? മദിയനിലൂടെ. എന്തേ മദിയനിലൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? മദിയനിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം വന്ന് നിൽക്കുമ്പോൾ അതാ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ ആളുകളുടെ ആൾക്കൂട്ടം ഇങ്ങനെ കാണുന്നു മൂസ നബി. ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കി. അങ്ങനെ പോയി നോക്കുമ്പോഴോ, ആ പോയി നോക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് 2 പെൺകുട്ടികളുണ്ട്, ദൂരെ മാറി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ നേതാവിൻ്റെ ചിന്ത ഉണരുകയാ. അദ്ദേഹം ചെന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾക്ക് വേണ്ടത്? എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നത്? ആ പെൺകുട്ടികൾ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാമിനോട്, ഞങ്ങളുടെ വീട്ടിൽ ഒരു വയസ്സായ പിതാവാണ്, അതുകൊണ്ട് തന്നെ ആട് മേയ്ക്കാൻ വരാൻ ഞങ്ങളുടെ പിതാവിനിക്ക് കഴിയില്ല, വീട്ടിൽ പുരുഷന്മാർ പറയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ ആളുകൾ മുഴുവനും വെള്ളം കൊടുത്തതിൻ്റെ ശേഷമേ ഞങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. ആകെ അവർക്കൊരു കിണറാണുള്ളത്. ആ കിണറിന് തന്നെ ഒരു വലിയ അടപ്പുണ്ട്, കുറഞ്ഞ സ്ഥലത്തിലൂടെ വെള്ളം കിട്ടുള്ളൂ. മൂസ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന പ്രവാചകൻ എന്ത് ചെയ്തു? അദ്ദേഹം ഉടനെ പോയിട്ട് തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആ കിണറിൻ്റെ അടപ്പൊന്നാണ് മാറ്റിയിട്ട് ആ കുട്ടികൾക്കാണ് വെള്ളം എടുത്തു കൊടുത്തു ഇഷ്ടം പോലെ. ആ വെള്ളം കൊടുത്തപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, എന്തേ ഒരു പ്രവാചകന്റെ ചിന്ത ഉണർന്നത് എന്താ? ആ പ്രവാചകന്റെ ചിന്ത വെറും ഒരു ദഅവത്ത് പ്രബോധനം മാത്രമല്ല, വയല് പറയൽ മാത്രമല്ല, പ്രസംഗിക്കൽ മാത്രമല്ല, പിന്നെ സമുദായത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. ആരെപ്പോലെ? ഈ പണിയാണ് ഇന്നത്തെ പണ്ഡിതന്മാരെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പണ്ഡിത മഹത്തുക്കളുടെയൊക്കെ മഹത്വം എത്ര, അവരുടെ പ്രവർത്തനം എത്ര. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, ഇന്നലെ മരണപ്പെട്ടു പോയ PP ഉസ്താദ്, അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മർക്കസിൽ ധാരാളം കാലം ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തു തന്നതാണ്.